അപ്പൊ ഇത് കറുപ്പ് എന്ന് പറഞ്ഞ മൂവി ഉണ്ടോ? എന്താ പറയാ, ശരിക്കും ഒരുപാട് കാലമായിട്ട് സൂര്യ സാറിന്റെ ഒരു പടം ഇത്തരത്തിലുള്ള ഒരു കിടിലം പടം മിസ് ചെയ്തിരിക്കുകയായിരുന്നു. ശരിക്കും സൂര്യ ഫാൻസിനുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഒരു സിനിമ. നിങ്ങളൊരു സൂര്യ ഫാൻ ആണെങ്കിൽ ഒരിക്കലും ഇത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. കിടിലം പടം. ഞാൻ ഇപ്പോഴും ആ പടത്തിന്റെ ത്രില്ലിലാണ് ഇരിക്കുന്നത്. ഈ ഒരു എക്സ്പെഷ്യലി പറയാനാണെങ്കിൽ ഈ സിനിമയുടെ ഡിറക്ഷൻ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് RJ ബാലാജി ആണ്. പുള്ളിക്കാരൻ ബേസിക്കലി ഒരു കൊമേഡിയൻ ആക്ടറാണ്. പുള്ളിക്കാരന്റെ രണ്ടാമത്തെ സിനിമയാണിത്. ആദ്യമായിട്ട് പുള്ളി ചെയ്തത് മൂക്കുത്തി അമ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിൽ പുള്ളിക്കാരൻ കോ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഡയറക്ട് ചെയ്യുന്ന മൂവിയാണിത്. പിന്നീട് പറയാനാണെങ്കിൽ ഇതിന്റെ സിനിമാറ്റോഗ്രഫി, GK വിഷ്ണു എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫറാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല. എവിടെ നമ്മൾ ആ സിനിമ പോസ് ചെയ്ത് എവിടെ സ്ക്രീൻഷോട്ട് എടുത്താലും ഒരു കിടിലം ഫ്രെയിം ആയിരിക്കും കിട്ടുക. കാരണം അത്തരത്തിലായിരുന്നു ഇതിന്റെ ക്യാമറ വർക്ക്സും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നീട് എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ മ്യൂസിക് ആണ്. സായി അഭ്യങ്കർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരുടെ മ്യൂസിക്കിന്റെ ആ ഒരു ഇമ്പാക്ട് ഇപ്പോഴും സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം ഈ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്. പിന്നീട് സിനിമയുടെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളത് സൂര്യ സാറും തൃഷ മേഡവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രൻ സായിട്ടും ഇതിനകത്തൊരു അടിപൊളി റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള RJ ബാലാജിയും ഇതിനകത്തൊരു അടിപൊളി വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇതിനകത്തൊരു നെഗറ്റീവ് റോളിലാണ് വന്നിട്ടുള്ളത്. പിന്നീട് ഈ സിനിമയുടെ കഥാപശ്ചാത്തലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ നമ്മുടെ സൂര്യ സാറ് ഒരു ഗോഡാണ്. ശരിക്കും ഒരു കറുപ്പുസ്വാമി എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ റെയിൻകാർണേഷൻ ആയിട്ടാണ് പുള്ളിക്കാരൻ ഈ സിനിമയിൽ വരുന്നത്. ഒരു കിടിലൻ കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ദൈവം ഒരു കോടതിയിൽ നടക്കുന്ന അനീതിക്കെതിരെയൊക്കെ ഒരു എന്താ പറയാ ദൈവം നേരിട്ട് വന്ന് പ്രവർത്തിക്കുന്ന പോലെ ഒരു സംഭവം, ഒരു കിടിലൻ കൺസെപ്റ്റ് ആണ്. ശരിക്കും എന്താ പറയാ, ഒരുപാട് മാസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് നമുക്ക് തോന്നില്ല, കാരണം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുടെ സൂര്യ സാറിന്റെ തന്നെ ഒരുപാട് സിനിമകളുടെ റെഫറൻസും അല്ലാത്ത സിനിമകളുടെ റെഫറൻസുകളൊക്കെ ഈ സിനിമയിലുണ്ട്. എന്തായാലും അടിപൊളി മൂവിയാണ്. ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചബിൾ മൂവി ഇൻ തിയേറ്റർ എന്ന് തന്നെ ഞാൻ പറയും. ആരും ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. സോ ഈ സിനിമ നിങ്ങൾ പോയി കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഈ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.